4 ദിവസം നീണ്ട കാത്തിരിപ്പും പ്രാർത്ഥനകളും വിഫലമായി. ചിക്കമംഗളൂരിലെ മാണിക്യധാര വെള്ളച്ചാട്ടിന് സമീപം കാണാതായ പാലക്കാട് സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയുള്ള അഗാധമായ കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആധുനിക തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്നാൽ മകളുടേത് അപകട മരണമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. കാരണം മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചരിവുള്ളത്. ഇപ്പോൾ കൂടി കിട്ടിയെന്ന് പറയുന്ന ചരിവ്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പം ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി ഇവിടെ കുറേ അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അന്വേഷണം വേണം. കുട്ടി വെള്ളച്ചാട്ടം കണ്ട് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ലോഗ് വന്നു. പോലീസ് ലോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരാൻ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ഭാര്യയും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡിൽ നിന്ന് ഈ ബോഡി കിട്ടിയെന്ന് ഏരിയയിൽ നിന്ന് ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആദ്യം നടത്തിയിരുന്നു. ഈ സ്ഥലത്ത് നടത്തി. അപ്പൊ തന്നെ പരിശോധിച്ചാണ്. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. ഇറങ്ങി ആ മഴ മുകളിൽ അത്യാവശ്യം ചെരുവാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ പിറ്റേ ദിവസം, പിന്നെ അതായത് ഇന്നലല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ വൈകിട്ട് ഞങ്ങളുടെ ടീം അപ്പൊ കാണാത്ത ബോഡി ഇപ്പൊ കണ്ടെത്തി പറയുമ്പോൾ അതിലൊരു ദുരൂഹത. പഴക്കമൊന്നുമില്ലെന്ന് പറഞ്ഞു. ബോഡിക്ക് പഴക്കില്ല എന്നാണ് പറയുന്നത്. 4 ദിവസമായി അല്ല. ഇപ്പൊ ഈ സ്ഥലം നിങ്ങൾ ഇറങ്ങി നിങ്ങളെ ബന്ധുക്കൾക്ക് ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്? ഞാൻ നേരിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇറങ്ങിയ സ്ഥലമാണ്. ശ്രീനന്ദയെ കാണാതായി തുടക്കത്തിൽ പല രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. വെള്ളച്ചാട്ടത്തിൽ വീണാണ് ഒരുപക്ഷെ അപകടം സംഭവിച്ചതെന്ന രീതിയിലുള്ള സംശയമാണ് ഉയർന്നതെങ്കിലും തിരച്ചിലിന് ശേഷം പോലീസ് ആ സാധ്യത തള്ളിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റ് 2 കുട്ടികൾക്കൊപ്പം ശ്രീനന്ദ ഫോട്ടോ എടുത്തിരുന്നു. സംഘം തിരിച്ചിറങ്ങുന്നതിനിടെ ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയുന്നു. ശ്രീനന്ദയ്ക്കൊപ്പം എത്തിയ 40 അംഗ സംഘത്തിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സ്ഥലത്ത് തങ്ങിയിരുന്നു. പശ്ചിമഘട്ടത്തിലെ ചന്ദ്രഗിരി പർവ്വത മേഖലയിലാണ് കുട്ടിയെ ശ്രീനന്ദയെ കാണാതായ ബാബ ബുധാൻഗിരി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ സങ്കടകരമായ വാർത്തയാണ്. വലിയ സന്തോഷത്തോടെ ചിരിച്ചു ഉല്ലസിച്ച് വിനോദയാത്ര പോയ ഒരു കുടുംബം, ഒരു കൂട്ടം ആളുകൾ, അതിലൊരു പെൺകുട്ടിയെ കാണാതാകുന്നു. അതോടുകൂടി തന്നെ വലിയ ആശങ്ക ഉണ്ടാകുന്നു. കഴിഞ്ഞ 4 ദിവസം തിരച്ചിൽ നടത്തി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കുടകിൽ കാണാതായ പെൺകുട്ടിയെപ്പോലെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം, ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താകുന്നു. ഈ പെൺകുട്ടിയുടെ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്നു. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്ന്. അത്തരമൊരു കൊലപാതക സാധ്യത പോലീസ് സംശയിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കുടുംബം അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? ടോമേ, ഈ ഒരു ദൗത്യത്തിൽ
പങ്കുചേരൽ അതല്ലെങ്കിൽ അവിടത്തേക്കുള്ള പാതി യാത്രയിലാണ് വളരെ സങ്കടകരമായ ആ ഒരു വാർത്ത നമ്മൾക്ക് കിട്ടുന്നത്. അതായത് ഇങ്ങനെ മൃതദേഹം കണ്ടെത്തി എന്ന ആ ഒരു കാര്യം. എന്തായാലും ഈ കുടുംബം വലിയ തോതിൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് മകൾ ശ്രീനന്ദ എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കൊക്കയിൽ 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ ഇങ്ങനെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്, അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇവർ ഉണ്ടായ സ്ഥലത്ത്, അതായത് ഇവർ ഒരു 40 അംഗ സംഘമാണ് ഇത്തരത്തിൽ യാത്ര പുറപ്പെട്ടിരുന്നത്. ഈ 40 അംഗ സംഘം ഉണ്ടായ സ്ഥലത്ത് നിന്നും വളരെ മാറിയാണ് ഈ ഒരു സ്ഥലം, ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം. അതോടൊപ്പം ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഇവർ തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴൊന്നും സംശയകരമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നും കണ്ടെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എങ്ങനെയാണ് ഇവിടെ ഒരു മൃതദേഹം ഇങ്ങനെ എത്തിയതെന്ന് സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോഗ് സ്ക്വാഡ് ഈ ഒരു കടയുടെ, അതായത് ഈ കാർ പാർക്കിങ്ങിന് സമീപത്താണ് ഈ ഒരു സംഭവമൊക്കെ നടന്നത്. ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ ഒരു കടയുടെ തൊട്ട് ഷട്ടർ അടച്ചിട്ട ഒരു ഷട്ടറിന് സമീപം ആണ് ഈ ഡോഗ് സ്ക്വാഡ് എന്ന പോലീസ് നായ എത്തി മണം പിടിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം രാവിലെ തന്നെ ന്യൂസ് 18-ലൂടെയാണ് ഈ വിവരം പറയുന്നത്. അതായത് ഇതിൽ ഒരു തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചത്. അതിനുശേഷം പിന്നീട് ഇന്ന് രാവിലെയാണ് വലിയ തോതിലുള്ള ഒരു തിരച്ചിൽ ആരംഭിച്ചതും. അങ്ങനെ ഒരു തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ വളരെ സങ്കടകരമായ, അതല്ലെങ്കിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിവരം പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിൽ, അതായത് ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ പങ്കുചേരാൻ നമ്മളും ആ യാത്രയിൽ തന്നെയാണ്. ഇപ്പോഴും ആ യാത്ര തുടരുകയാണ്. കാരണം വലിയ സംശയം ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന തരത്തിലുള്ള ഒരു സംശയം ഈ കുടുംബം പറയുന്നുണ്ട്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷവുമായി യാത്ര പുറപ്പെട്ടതാണ്. SSLC പരീക്ഷ കഴിഞ്ഞ് അവധി കാലം ആഘോഷിക്കാൻ പോയതാണ്. ഒരുപാട് മലയാളികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചിക്മംഗ്ലൂരുവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ 100 കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഒഴുകിയെത്തുന്ന സ്ഥലമാണ്. അവിടെ ഇത്രത്തോളം സുരക്ഷ മാത്രമേ ഈ ഒരു വിനോദസഞ്ചാരികൾക്ക് ഉള്ളൂ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കുടുംബവും അതാണ് പറയുന്നത്. എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചതെന്ന് അറിയണം, കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണം എന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർ പങ്കുവച്ചത് വളരെ വേദനയോടുകൂടിയാണ്, സങ്കടത്തോടു കൂടിയുള്ള മണിക്കൂറിൽ അവർ കടന്നു പോകുന്നെങ്കിലും അവർ അപ്പോഴും പറഞ്ഞത് വിധിമുടിക്കൂടെ അവർ നമ്മോട് പങ്കുവച്ചത് ഇതിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ്. അല്ലാതെ യാദൃശ്ചികമായോ സ്വാഭാവികമായോ നടന്നൊരു സംഭവമല്ല, അത്തരത്തിലൊരു അപകട മരണമല്ല. ഇതിൽ ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ പരുതാത്തതെന്തോ സംഭവിച്ചു. അവിടെ നിന്നും പിന്നീട് ഈ മൃതദേഹം ഇങ്ങനെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞതാകാനുള്ള ഒരു സാധ്യത എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഏതായാലും കർണാടക സർക്കാർ ഇന്നാണ് ഉണർന്ന് പ്രവർത്തിച്ചതെന്ന് പറയേണ്ടി വരും. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 ഇവർ ഒന്നിച്ച് അവസാനമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ എടുത്ത ഫോട്ടോയിലും ശ്രീനന്ദയുണ്ട്. ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് ശ്രീനന്ദയെ പെട്ടെന്ന് കാണാതാവുന്ന സാഹചര്യം ഉണ്ടായത്. എങ്ങോട്ടാണ് ശ്രീനന്ദ പോയത്? അപ്പോൾ തന്നെ ഇവർ 40 പേരടങ്ങുന്ന സംഘവും വ്യാപകമായ തരത്തിൽ ആ പ്രദേശത്തൊക്കെ നടത്തിയിരുന്നു. അപ്പോഴൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ പറയുന്ന ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ ഈ കൊക്ക, ആ കൊക്കയിലും അവർ തെരച്ചിൽ നടത്തിയെന്നാണ് പറയുന്നത്. പല തവണ ആ പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയപ്പോഴും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇന്ന് രാവിലെ NDRFന്റെ സംഘം, ഫയർഫോഴ്സിന്റെ സംഘം, വനം വകുപ്പിന്റെ സംഘം, ഒപ്പം ചിക്കമംഗ്ലൂർ നോർത്ത് പോലീസ്, ഈ പരാതി നൽകിയിരിക്കുന്നത് നോർത്ത് പോലീസിലാണ്. അങ്ങനെ ചിക്കമംഗ്ലൂർ നോർത്ത് പോലീസും ഈ ഒരു സംയുക്തമായ ഒരു തെരച്ചിൽ നടത്താൻ എത്തിയപ്പോൾ ഈ മൃതദേഹം ഇങ്ങനെ കൊക്കയിൽ കാണുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണിപ്പോൾ വലിയ തോതിൽ സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ വരെ ഈ കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന വലിയ പ്രതീക്ഷ ഈ കുടുംബവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പങ്കുവച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഒരു കാര്യമാണ് അവർ ഉന്നയിച്ചിരുന്നത്. അങ്ങനെ വലിയ തോതിൽ കേരളത്തിൽ മാത്രമല്ല കന്നഡ മാധ്യമങ്ങളിൽ ന്യൂസ് 18 കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വാർത്തയാണ് ഇന്ന് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത്. കാരണം അത് വളരെ പ്രധാനമാണ്. കർണാടകയിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പല ടൂർ പാക്കേജിലും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ചിക്കമംഗ്ലൂർ. നല്ല കാലാവസ്ഥ, നല്ല കാഴ്ച, അത്തരത്തിൽ വളരെ സന്തോഷകരമായി അല്ലെങ്കിൽ ഇങ്ങനെ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയൊരിടം. ഒരുപാട് മലയാളികൾ
ജില്ലയുടെ സംസ്ഥാനത്തിന്റെ പല ജില്ലകളിൽ നിന്നായി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്ന് ഓർക്കണം. അതായത് എന്തെങ്കിലും അതാണ് ബൈജു സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു സന്തോഷമാണ്, ആഹ്ലാദമാണ് പിന്നീട് കണ്ണീരിൽ കലാശിക്കുന്നത്. ബൈജു, ഇവിടെ കുടുംബം ഒരു ലഹരി മാഫിയകളിലേക്ക് സംശയം ഉന്നയിക്കുന്നുണ്ടല്ലോ. കാരണം ലഹരി മാഫിയ ഇവരെ പിന്തുടർന്ന് ഇരുന്നോ എന്നൊരു സംശയമുണ്ട്. ലഹരി മാഫിയ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊരു സംശയമൊക്കെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ ശ്രീനന്ദയെ കാണാതായി ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ പാർക്കിംഗ് ഏരിയയിൽ നിന്നും അതീവ വേഗത്തിൽ ചില വാഹനങ്ങൾ പുറത്തേക്ക് പോയതായി പറയുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ ഒന്നിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതാണോ എന്നൊരു സംശയമൊക്കെയാണല്ലോ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലഹരി മാഫിയയിലേക്ക് സംശയം നീളുന്നത്? പോലീസ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥിരീകരണം നടത്തുന്നുണ്ടോ? ടോമേ, ഈ ബന്ധുക്കളുമായി ഇന്ന് നിരന്തരം നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒക്കെ നമുക്ക് ഈ ഒരു മകളെ തിരിച്ചു കിട്ടും എന്ന തരത്തിൽ. അങ്ങനെ നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ആ ഒരു വഴിയിലേക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ ഈ ദൗത്യത്തിൽ പങ്കാളികളാവാനുള്ള ഒരു യാത്രയിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. ഏകദേശം ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടി സഞ്ചരിക്കേണ്ടതുണ്ട് ഈ സ്ഥലത്ത്. അപ്പോഴും അവർ പങ്കുവച്ചത് ഈ കഴിഞ്ഞ 60 മണിക്കൂറോളമായി കുട്ടിയെ കാണാത്ത സമയത്ത് ഇവിടെയൊക്കെ അന്വേഷണം നടത്തുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുറത്തു നിന്നും കൂടുതൽ ആളുകൾ ഈ ലഹരി മാഫിയ ഉൾപ്പെടെ താവളമാക്കിയിരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ ആണെന്നാണ്. അതാണ് ഇന്ന് അവർക്ക് കൂടുതൽ സംശയം ബലപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ തട്ടിക്കൊണ്ടുപോയി ഇനി വാഹനത്തിൽ കൊണ്ടുപോയോ അതല്ല അവിടെ തന്നെയുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൽ ഈ കുട്ടിയെ എത്തിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. അതായത് CCTV ദൃശ്യങ്ങളിലൊന്നും ഈ കുട്ടി മറ്റെവിടെയെങ്കിലും നടന്ന് പല CCTV പല മേഖലകളിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഈ കുട്ടിയെ എവിടെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് തന്നെ എവിടെയെങ്കിലും അജ്ഞാതമായ ഒരു സ്ഥലത്ത് കുട്ടിയെ ഇത്തരത്തിൽ എത്തിച്ചിട്ടുണ്ടാകും എന്ന ഒരു ആശങ്ക രാവിലെ തന്നെ ഇവർ പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കടകളിലൊക്കെ ഇവിടെ അടച്ചിട്ട ഒരുപാട് കടകളുണ്ട് ഈ പ്രദേശത്ത്. ആ കടകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് കുടുംബം നമ്മോട് ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു തെരച്ചിൽ ഇന്ന് നടത്താനിരിക്കെയാണ് പെട്ടെന്ന് ഈ കൊക്കയിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഉച്ചക്ക് ഒരു 12:30 ഈ മൃതദേഹം ഇങ്ങനെ കണ്ടെത്തി. ഈ സ്ഥലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരിച്ചു പെറുക്കി എന്ന് പറയേണ്ടി വരും. പോലീസും ബന്ധുക്കളും ഒപ്പം വനം വകുപ്പും ഒക്കെ അരിച്ചു പെറുക്കിയ ഒരു പ്രദേശമാണ്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു മൃതദേഹമൊന്നും കണ്ടെത്താത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഇന്ന് രാവിലെ വളരെ ഗൗരവമായി കർണാടക സർക്കാർ ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ സംശയത്തിനിടയാക്കുന്നത്. അത് ഒരു കൊലപാതകത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്, കുട്ടി അരുതാത്ത സംഭവത്തിന് ഇരയായിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ വലിയ തോതിൽ സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. ഇത് പോലീസിൽ പരാതിയായി ഇവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ വിഷയം ഗൗരവമായി അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയും. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരുപക്ഷെ വൈകിട്ട് 6 മണിയോട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.